ഡയറക്ടർ റാഫി എഴുതി അദ്ദേഹത്തിന്റെ സഹോദരനായ ഷാഫി ഡയറക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഫിലിമാണ് ടു കൺട്രീസ്. ദിലീപും മമത മോഹൻദാസുമാണ് ഇതിലെ ലീഡ് റോൾസിൽ എത്തുന്നത്. ഈ ഫിലിമിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2 മിനിറ്റിലധികം നീളമുള്ള ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു ഫൺ ഫിൽഡ്, എനർജറ്റിക് ആൻഡ് ഹൈലി പ്രോമിസിംഗ് ഫിലിം ആയിരിക്കും. ഈ ട്രെയിലറിലൂടെ മേജർ ക്യാരക്ടേഴ്സ് ആയ ഉല്ലാസിനെയും അവിനാഷിനെയും ജിമ്മിയെയും സൈമണിനെയും ഉജ്വലിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിലീപും മജു വർഗീസും സുരാജ് വെഞ്ഞാറമൂടും മുകേഷും ജഗദീഷും ഒക്കെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ അവതരിപ്പിക്കുന്നത്. പൊതുവെ മടിയനും നാട്ടിൽ അല്പസ്വല്പം കുരുത്തക്കേടും ഒക്കെ ചെയ്ത് കറങ്ങി നടക്കുന്ന ഒരു പയ്യനാണ് ഉല്ലാസ്. ഉല്ലാസ് ഒരു വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെ ഉല്ലാസ് കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ലയ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഈ ക്യാരക്ടറാണ് മമത മോഹൻദാസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ കാനഡയ്ക്ക് തിരികെയും കാനഡയിലുള്ള ഉല്ലാസിന്റെയും ലയയുടെയും ജീവിതവും അവർ തമ്മിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും മറ്റും ഒക്കെ വളരെ ഫണ്ണി ആയിട്ടാണ് ഈ ഫിലിമിൽ എടുത്തിരിക്കുന്നത്. ഗ്രാജുവലി ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നതുമാണ് ഫിലിമിന്റെ തീം. ഡയറക്ടർ ഷാഫിയുടെ ഒരു ambitious പ്രോജക്റ്റ് കൂടിയാണ് ടു കൺട്രീസ് എന്ന ഈ ഫിലിം. മകരൻ ദേശ്പാണ്ഡെ, അശോകൻ, വിജയരാഘവൻ, സലിം കുമാർ, റാഫി, ലെന, ശ്രദ്ധ, ഇഷ തൽവാർ, ശോഭ മോഹൻ, സജിത ബേട്ടി എന്നിവരൊക്കെയാണ് മറ്റ് ആക്ടേഴ്സ്. രജപുത്ര രഞ്ജിത്താണ് ടു കൺട്രീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ.